ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ദ ബേബി ഇൻ യെല്ലോ. ഇതൊരു ഹൊറർ ഗെയിമാണ് ഗായ്സ്. നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. നോബ് മാസ്റ്ററിൻ്റെ ഗെയിമാണ്. നോബ് മാസ്റ്ററാണ് എനിക്ക് ആദ്യമായി ഞാൻ കളിച്ചത് കണ്ടത്. അപ്പോൾ നമുക്കൊന്ന് യൂട്യൂബിൽ എന്താ ഇട്ടാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് കളിച്ചു വാങ്ങാം. എന്താണ് ഇതിൻ്റെ പ്രൊമോ ഒക്കെ ഈ ഗെയിം ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ പ്രൊമോ. അല്ല, ആ ഒരു ബേബി മോൺസ്റ്റർ ആയിട്ട് നമ്മളെ കൊല്ലാൻ വരും അവസാനം. ആദ്യമൊക്കെ നല്ല സ്വീറ്റ് ആയിരിക്കും, പിന്നീട് ഒരു മോൺസ്റ്റർ ബേബിയായി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ പുറകെ ഓടിക്കും. അപ്പോൾ നമ്മൾ അതിന് എസ്കേപ്പ് ആവണം. ബേബീനെ വലിച്ചെറിയുന്ന സീനൊക്കെ ഉണ്ട് ഗൈസ്. അത് ബേബി ഒരു ഫ്രിഡ്ജിൽ ഉള്ളിൽ അടച്ചിട്ട് നമ്മളെ ആ ഒരു ബോട്ടിൽ തപ്പാൻ വേണ്ടി നമ്മൾ അവിടെ വന്നിട്ട് അതിനെടുത്തിട്ട് വരുന്ന ഒരു വീഡിയോ ഒക്കെ ഇതിലുണ്ടാവും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സൗണ്ടൊക്കെ കുറച്ചിട്ട് കളിക്കാം. കാരണം ഞാൻ സൗണ്ട് കേട്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു പോകും ഗൈസ്. അപ്പോഴാണ് നിങ്ങൾ ഗൈസ്. അപ്പോൾ നമുക്ക് കളിച്ചു തുടങ്ങാം. പേടിയാവുണ്ട് ഗൈസ്. നിങ്ങളുള്ള സപ്പോർട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഗൈസ്. ഔട്ട്ഫിറ്റ്സ് എന്ന് വെച്ചാൽ മറ്റേതാണ് ഇത്. ഈ യെല്ലോ ബേബിയുടെ ഡ്രസ്സ് ഏതൊക്കെ വേണമെന്ന്. നൈറ്റ് 1 തന്നെ മതി ഗൈസ്. കാരണം ഞാൻ നൈറ്റ് 3 കളിച്ച് നോക്കിയിട്ടുണ്ട്. അത്ര ബോറിംഗ് ഒന്നുമല്ല, എത്ര പേടിപ്പെടുത്തുന്നില്ല. പക്ഷെ മറന്നുപോയി, കളിച്ചിട്ട് കുറേ നാളായി. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്. പരസ്യം മതി ഗൈസ്. ഫോണിൻ്റെ പരസ്യമൊക്കെ ഇടയ്ക്ക് കയറി വരും. നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. നമ്മളൊക്കെ ഇഞ്ചി അടിച്ചു വിടും. ഈ ഗെയിം നമ്മളെ ഇഞ്ചു ആക്കി ജയിച്ചിരിക്കണം ഗൈസ്. കണ്ടോ ഗൈസ്, കണ്ടോ. ഇതുപോലെ ആക്ട് 1 പ്രസ് ടു സ്റ്റാർട്ട് ഗൈസ്. നമ്മൾ ഒരു ചിൽഡ് കെയർ. ദിസ് ഈസ് ക്രോൺ, യു ഹാവ് 1 ന്യൂ ചൈൽഡ് മെസ്സേജ്. ഒരു മെസ്സേജ് എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഹലോ, ഡിഡ് ലൈക്ക് ടു ബുക്ക് ഫോർ 3 നൈറ്റ്സ്, യു ജസ്റ്റ് നീഡ് ദ ഫീഡ് ഹിം. നമ്മൾ 3 നൈറ്റ്സ് ബോട്ടിൽ, അപ്പാർട്ട്മെൻറ്റ് 10, ഇൻക്ലൂഡ് ടവേഴ്സ് ആൻഡ് ദ കീ അണ്ടർഗ്രൗണ്ട് അല്ല കേട്ടോ. ടേക്ക് കെയർ, താങ്ക്സ് ഗൈസ്. നമ്മളെ ഒരു ഈ യെല്ലോ ബേബിയുടെ പാരൻസാണ് തോന്നുന്നു. അവർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 3 ദിവസം നമ്മൾ അവന് ഫീഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ കളി തുടങ്ങാൻ പോകുന്നുള്ളൂ. ഇതൊക്കെ ഇത് ആരംഭമാണ് ഗൈസ്. നമുക്ക് വേറെ ഒരു വാതിൽ തുറക്കാൻ പറ്റും നോക്കട്ടെ ഗൈസ്. ഗൈസ് ഇല്ല, പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ 10ാമത്തെ ഡോറിൻ്റെ ചാവി തന്നെയാണ് ഗൈസ് ഇത്. ഗൈസ് നമ്മൾ എന്തായാലും ഇത് കളിച്ചിരിക്കും ഗൈസ്. ഇതുണ്ട് ബേബി ഇൻ യെല്ലോ. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് ഈ പേര് കയറി വരുന്നത്. പേടിയൊന്നും വരില്ല, എന്നാലും കളിക്കാൻ ഗൈസ്. ഇത് ലോഡിങ് ചെയ്യാനാണ് നെറ്റ് ആവശ്യം ഗൈസ്. എനിക്ക് നെറ്റ് എടുക്കുന്ന ഗെയിമേ ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾക്കായാണ് ഞാൻ യൂട്യൂബിൽ ഇത് ഇട്ട് തരുന്നത്. നിങ്ങളതുകൊണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഗൈസ്. നമുക്ക് നൈറ്റ് 1 ചെയ്യാം. ഫീഡ് ദ ബേബി, ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ് ഗൈസ്. അതെന്താ പറ്റി? നെറ്റിന് പ്രോബ്ലമാണ് ഗൈസ്. ഫീഡ് ചെയ്യാണ് പറയണത് ഗൈസ്. ഞാൻ എന്താ ഫീഡ് ചെയ്യുമ്പോൾ പോകും ഗൈസ്. ഈ നെറ്റ് പ്രോബ്ലം കാരണമാണ് തന്നെ ഇത് ഈ ബാക്ക് അടിച്ച് പോവാണ് ഗൈസ്. അതാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. കളിക്കാൻ ഗൈസ്. എനിക്കറിയില്ല ഗൈസ് എങ്ങനെയൊക്കെയാവുന്നു. ഞാനതിനകത്ത് തുടക്കം വരെയൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഗൈസ്. നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല ഗൈസ്. കണ്ട, എന്തോ പ്രോബ്ലമാണ്, നെറ്റിൻ്റെ പ്രോബ്ലമാണ്. പിന്നെ ഇത് പോയല്ലോ ഗൈസ്. ഒരു മിനിറ്റ് ചെയ്യാം. ഇനി കുഴപ്പമുണ്ടാവില്ല ഗൈസ്, പേടിക്കണ്ട ഗൈസ്. എന്നോ വിശ്വസിച്ചു, ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്തായാലും തീർത്തിരിക്കും. നെറ്റിൻ്റെ പ്രോബ്ലമാണ്. നെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക്. ചിലപ്പോൾ നെറ്റ് വേണ്ടി വരും ഗെയിമിന്. അറിയില്ല ഗൈസ്, എന്തായാലും നോക്കാം. നെറ്റ് വേണ്ടിയാണെന്ന് നെറ്റ് ഓണാക്കുക മാത്രമേ ഉള്ളൂ. വേറെ എന്തോ പ്രോബ്ലമാണ്. ഈ ഗെയിമിന് ഇത്തിരി പ്രോബ്ലം ഉള്ള ഗെയിമാണ്. കാരണം ഹൊററായതുകൊണ്ടാണ് ഗൈസ്. അതാണ്. നെറ്റ് വേണം ഗൈസ്. കണക്ട് ടു ദ ഇൻ്റർനെറ്റ് ഓർ പേയിങ് ടു ദി റിമൂവ് ദ ടാങ്ക് 3. ഓക്കെ, അടിക്കാം ഗൈസ്. നെറ്റ് ഉള്ളെങ്കിൽ അവരൊന്നും സമ്മതിക്കില്ല മോനെ. അതേപോലെയാണ് ഗൈസ് ഈ ഗെയിം. അപ്പോൾ നമുക്ക് പ്രസ് ഹെയർ സ്റ്റാർട്ട് ചെയ്യാം. ഫീഡ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോവാണ് ഗൈസ് നമ്മുടെ ബേബി കുഞ്ഞിനെ. ഫീഡ് ദ ബേബി ബോട്ടിൽ ഇവിടെയാണ് ഗൈസ് കിച്ചൺ. എന്തൊക്കെ ആറ് തുറന്നിട്ടുണ്ട്. ഗൈസ് തുറക്കാം. അതേ പാല് കുപ്പിയിരിക്കുന്നുണ്ട്, എടുത്ത് കുടിപ്പിക്കാം ഗൈസ്. വാലടയ്ക്കാൻ പറഞ്ഞത്, സോറി. കുടിച്ചോ. കുടിച്ചു
ഗായ്സ് എൻ്റെ ചിരി നോക്ക്. മനസ്സിലായത് മക്കളെ, ഇത് അവൻ ചിരിച്ചെന്താണെന്നറിയോ? അവൻ നാറ്റിക്കാൻ വേണ്ടിയാണ് ഗായ്സ് അവൻ്റെ ഒരു ഓഞ്ഞ് ചിരിച്ചത്. കിടക്കണ്ട, നമുക്കിപ്പോൾ നപ്പി ഇട്ട് കൊടുക്കാം. നപ്പി പിടിച്ചോ മോനെ. കയറിയും ഗൈസ് ഇവൻ്റെ ഗെയിം. ഇവൻ നപ്പിടാൻ പോകുമ്പോൾ പുറത്ത് പോയിരിക്കും. അവൻ അവിടേക്കോട്ട് ഇരുത്തി പിടിപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നീ ഓർക്കാൻ സിമ്പിൾ ഗൈസ്. മാമൻ്റെ മോനല്ലേ ഗായ്സ്. ഈ ഒരു സാധനമാണ് ഗൈസ് നമ്മുടെ നോബ് വാസ് കളിച്ചിട്ട് ഇടാ പിടിക്കുക. സൂത്ത് ഗെയിമാണ് ഗൈസ് ഇത്. അങ്ങനെ ഒരസി കൊണ്ടുപോകാൻ നല്ല രസമാണ്. ഓഞ്ഞ ചിരി നോക്ക് ഗൈസ്. കുറച്ച് മതി ഗൈസ്. ഇത് മോൺസ്റ്റർ ആകുമ്പോഴാണ് ഗൈസ് നമുക്ക് ഇത്തിരി പേടി വരുന്നത്. അത് മോൺസ്റ്റർ ആവാതെ നമ്മൾ നോക്കണം. ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എസ്കേപ്പ് ആവാൻ നോക്കണത്. 3 നൈറ്റാണുള്ളത്. അതിൽ 3ാമത്തെ നൈറ്റായിരിക്കും ഇവൻ മോൺസ്റ്റർ ആവണത്. 2ാമത്തെ നൈറ്റ് അതിൻ്റെ ചെറിയൊരു ലക്ഷണങ്ങളൊക്കെ കാണിക്കും. ഇതൊക്കെയാണ് അവർ പറയണത്. അവൻ്റെ റൂം കണ്ട നല്ല കിടുക്കാച്ചി റൂമിലെ ക്യാറ്റിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം ഗൈസ്. എന്തൊക്കെയല്ലേ ദ പ്രിൻസസ് ആൻഡ് ദ ക്യാറ്റ്. വലിയ കഥയൊന്നുമല്ല. ഒരു വീട്ടിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. അത് ഉറങ്ങിയായിരുന്നു. ഒരു പൂച്ച ഹലോ എൻ്റെ പേര് ആരോ ആണ്. ആ പൂച്ചേനെ തടിയുന്നു. എന്തൊക്കെയാണ് അങ്ങനെ എന്ത് കഥയാണ്. അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടാവും ഗൈസ്. നമുക്ക് എന്താ പിള്ളേരെന്നറിയാം. നമ്മൾ ഇവന് ഒരു പൂച്ചയുടെ ഒരു കളിപ്പാട്ട് ഇട്ട് കൊടുക്കണം. കാരണം ഇനി അവൻ എണീക്കുമ്പോൾ ഏത് കഥയാണ് വേണ്ടതെന്നൊക്കെ വരും. നമ്മളത് കണ്ടെത്തുന്നുണ്ട്. ഇനി അവൻ എണീക്കില്ല. വാലൊക്കെ അടച്ചിട്ട് നമുക്കിനി TV പോയി സോഫയിൽ പോയിട്ട് നമുക്ക് TV കാണും ഗൈസ്. കണ്ടോ, വെയിറ്റിംഗ് ഫോർ പാരൻസ് വാച്ച് TV ഓൺ ദ സോഫയിൽ പോയിട്ട് TV കാണും ഗൈസ്. നമ്മൾ ആദ്യം നോക്കിയപ്പോൾ TV ഒരു എംടി ഒരു സാധനമായിരുന്നു. എംടി ബോക്സ് ആയിരുന്നു. ഇപ്പോൾ കണ്ട തുറന്നത് ഗൈസ്. അത് ഒരു സമയത്തിന് വേണ്ടി നോക്കാൻ പറ്റുള്ളൂ. ചെറിയൊക്കെ ഉറക്കം വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ചെറുതായിട്ട് നോക്കാം ഗൈസ്. ബേബി കരച്ചിലുണ്ട് ഗൈസ്. ബേബി കരയുണ്ട് ഗൈസ്. ബേബിയെ തപ്പാൻ പോണം ഗൈസ്. ബേബി കരയുണ്ട് ഗൈസ്. ഓടിപ്പോയി സെറ്റിൽ ബേബി സെറ്റിലായ എന്നോട് പറഞ്ഞില്ലല്ലോ ഗൈസ്. അതോ ആ സെറ്റിലല്ല ഗൈസ്, മറ്റേ സെറ്റിലെ ഗൈസ്. സോറി, ഞാൻ വിഷമിച്ചു പോയി. പുട്ട് ദ ബേബി ടു സ്ലീപ്പ് അഗെയിൻ ദ ടേക്ക് ബേബി ടു ബെഡ്. ചെയ്ത് നോക്ക്. ഇവ ഇത്തിരി കഷ്ടിച്ച ഒരാളാണ്. അവനെ സന്തോഷിപ്പിക്കാൻ ഗൈസ്. അപ്പോഴേക്കും മറ്റേ ലൈറ്റിന് തലയേക്കേച്ച് വെച്ചു ഗൈസ്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് അങ്ങോട്ട് ഇടാനുള്ളൂ. ചാക്കാണ് ഇവൻ. ചാക്ക് കണ്ട് ലീവ് ദ ക്ലോസ് ദ ഡോർ. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യണ്ട ചില്ല് ഔട്ട് വാച്ച് TV ഓൺ ദ സോഫയിൽ പോയി TV കാണാം. ഇത് സിമ്പിളാണ് ഗൈസ്. പിന്നെ നമുക്ക് ഈ സമയത്ത് തോന്നും ഈ സമയത്ത് തന്നെയാണ്. അല്ല, അടുത്ത നൈറ്റിലാണ് ഒരു ഓർഡർ വരും. ഡെലിവറി ബോയ് ഒരു സാധനം കൊണ്ടുവരും. നമ്മളതെടുത്ത് ടോസ്റ്റ് നമ്മളെടുത്ത് ഒരു ഡൈനിങ് ടേബിളിൻ്റെ മേളിൽ വെക്കണം. ഇതൊക്കെ നമ്മുടെ നോബോസ്റ്ററിൽ കണ്ടിട്ടുണ്ട് ഗൈസ്. ദ നെക്സ്റ്റ് നൈറ്റ് ഇപ്പോൾ വരും ഗൈസ്. ദ നെക്സ്റ്റ് തരില്ല, നൈറ്റ് 2 എന്ന് കാണിക്കും. ഇത്രേ ഉള്ളൂ. എന്താ വരാത്ത ലോഡിങ്ങിൻ്റെ പ്രശ്നമാണ്. വന്നു തന്നെ കുഴപ്പമില്ല. അതാണ് ഗൈസ്, നെറ്റ് ഓണാക്കിയ ഒരു പ്രോബ്ലമാണിത്. ഒപ്പമായിരിക്കും പരസ്യം വന്നിരിക്കും. സാരല്ല, അതിൻ്റെ അടിക്കാം. അടി അടിക്കാൻ പറ്റുന്നല്ലോ. അടിച്ചു. നൈറ്റ് 2 കണ്ട ദ ചിൽഡ്രൻ ലാംഗ്വേജ് ദ ലുക്ക് നോക്കാനേ ഗൈസ്. നമ്മൾ നോക്കണം കൊച്ചിനെ. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ ശ്രദ്ധിക്കണം എന്നാണ് അവർ പറയണത്. എനിക്കതറിയേ. ഗൈസ് കണ്ട ഓപ്പൺ. ഗൈസ് കണ്ട സ്കാരി ബേബി നമുക്ക് ലക്ഷണം കാണും. നമ്മുടെ ആ ബോട്ടിൽ കൊണ്ട് കളഞ്ഞു ഗൈസ്. നമ്മൾ തപ്പണം ഗൈസ്. അത് എവിടെയാണ് തപ്പണം. ഇപ്പോൾ നമ്മുടെ ഡോറ് ലോക്കഡ് ആയിരിക്കും. നിങ്ങൾ നോക്കൂ ഗൈസ്. കണ്ടാ, നോക്കിക്കോ, ലോക്കഡ്. ആ സ്കാരി ബേബി നമ്മുടെ ഡോർ ലോക്ക് ചെയ്ത് ആ ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് പാത്ത് വെക്കും. നമ്മളത് തപ്പണം. തപ്പിക്കഴിഞ്ഞാൽ ലോക്ക് ഓപ്പൺ ആവും. പിന്നെ അതിനെ ഫീഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പിന്നെ നൈറ്റ് 3ലാണ് നമ്മൾ പേടിച്ച് ഓടേണ്ടത്. അപ്പോൾ ഞാൻ ഓടട്ടെ. അപ്പോൾ നിങ്ങളും കൂടെ ഓടിക്കോ. അപ്പോൾ നമുക്ക് എന്തായാലും നൈറ്റ് 3 കൂടെ ഒന്ന് ചെയ്യാം ഗൈസ്. കാവുതേയിരിക്കുന്നു. അപ്പോൾ ഇനി ഡോർ തുറക്കൂട്ടോ ഗൈസ്. ഇതൊക്കെ അടച്ചിരിക്കുക. അല്ലെങ്കിൽ ആ ബേബി എന്നെ നെക്കിട്ട് കയറും ഗൈസ്. ആ ഫ്രിഡ്ജും കൂടെ അടിക്കാം. അയ്യോ, കുപ്പി പോയല്ലോ. ഇവിടെ ഗൈസ് നമ്മൾ ടേക്ക് ചെയ്തു. ദേ അവളെ ഇളിച്ചോണ്ടിരിക്കുന്ന നോക്ക്. അവൻ്റെ ഒരു കളിയിൽ എടുത്ത് എറിയണം തോന്നുന്നു. എനിക്ക് എറിയണില്ല. ആവല്ലേ കണ്ട ചിരിച്ചപ്പം വിചാരിച്ചവൻ നാത്തിച്ചു കഴിച്ചു. ഇനി അവളെ നപ്പി മാറ്റണം. നപ്പി ഇപ്പം ഇവിടെ തന്നെ ഇവിടെ ഇരുത്തി തന്നെ ഞാനിവൻ്റെ നപ്പി മാറ്റിയിരിക്കും ഗൈസ്. നമ്മൾ കണ്ടുവരും നമ്മുടെ കളി.
ഗായ്സ് അവൻ അവിടെ ഇരുത്തണം ഗായ്സ്, ഒന്നാമത് മാറ്റാൻ പറ്റുള്ളൂ. എന്തൊക്കെ ഡിമാൻഡാണ് ചിരിക്കണ നോക്ക്. അങ്ങനെ കാരണം നോക്ക് ഗായ്സ്. പിക്കപ്പ് ബേബി പിക്കപ്പ് വാങ്ങോട്ട് എൻ്റെ എന്താ കണ്ടറിയാനിട്ട് പിരിഞ്ഞു ഗായ്സ്. എനിക്ക് പേടിയാ ചെയ്യുക അവൻ്റെ മോള്. അവനൊക്കെ അവിടെ ഇട്ട് ഒരയ്ക്കണം. തേക്കാത്ത ചുമരയിൽ അങ്ങോട്ട് ഇങ്ങോട്ടിട്ട് ഒരയ്ക്കണം ഗൈസ്, എന്നാലും അവൻ പഠിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മളിട്ട് അവനെ ഒരയ്ക്കും ഗൈസ്, അത് ഉറപ്പാണ് ഗൈസ്. നിങ്ങൾ കണ്ടോ, ഗെയിം വൈകാതെ കണ്ടു. അവിടെ ഇരിക്കണം, അവിടെ ഇരുന്നോണം. അപ്പം കളിക്കാൻ ഗെറ്റ് ന്യൂ ഗിഫ്റ്റ് നപ്പി. ഞാൻ ആദ്യം കേട്ടത് ഹാപ്പി എന്നാണ് ഗൈസ്, എന്താണ് എന്നെ വേണ്ടത് നപ്പി. കണ്ട ഇതാണ് ലക്ഷണങ്ങൾ. ആ നപ്പി കണ്ണൊന്നും ഇറങ്ങി ഓടണുണ്ട, നമ്മൾ എന്തായാലും പിടിച്ചിരിക്കും. നമ്മളോടെ കളി. അവൻ ചെഫായ ചെഫ് ഗൈസ്. അവൻ അങ്ങോട്ട് ഓടിക്കുക, നമ്മിനി ഇവിടെ എവിടേക്കാ നിൽക്കാൻ ഗൈസ്. ഇവനെ പിടിക്കണം, ക്യാച്ച് ഗിഫ്റ്റ് നപ്പി. എവിടെ ഇവൻ? പതുക്കെ പോയി കൂമ്പിടിച്ച് പിടിക്കും. എവിടെ ഗൈസ്? ഇവിടെയാണ് ഗൈസ്. ഗൈസ് ഇവിടെ അല്ല, റൂമിൽ ഇതിലല്ല ഇവിടെയാണ് ഇവിടെയല്ല. ഇത് മറ്റേ വാഷ്റൂമാ. കുടിച്ചിട്ട് കൂമ്പിനടിക്കണം ഗൈസ്. കണ്ട ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഇങ്ങനെ ഇടിച്ചു എടുത്തോണ്ട് ഞാൻ ഇട്ട് കൊടുക്കാം ഗൈസ്. എമർജൻസി ഗൈസ്, നമുക്കിത് എമർജൻസി ബ്രേക്ക് ചെയ്ത് പോവാം ഗൈസ്. അപ്പം എസ്കേപ്പ് ആവാം, ഇത് മതി ഗൈസ്. ഓക്കെ എസ്കേപ്പ് ആയാലോ ഗൈസ്. വേണ്ട, അവനിപ്പോൾ അവിടെ ഇരിക്കും ഇട്ടാ ഗൈസ്. അതാണ് ഇതിന് ഒന്നെങ്കിൽ അവൻ മാറിപ്പോവും, അല്ലെങ്കിൽ ഇത് മാറിപ്പോവും. ഇതിലേതും ഒന്നും സംഭവിക്കും. ഞാൻ ഉറക്കുന്നത് നീ കുഴപ്പമില്ല. അവൻ മോൺസ്റ്റർ ഗൈസ്, എൻ്റെ കണ്ണു കണ്ടു ഗൈസ്, തെറിച്ചു പോയിട്ട് പേടിയാണ് ഗൈസ്. നിങ്ങൾ അന്വേഷിക്കണം ഗൈസ്, നിങ്ങളുടെ എല്ലാ ഗെയിമും സപ്പോർട്ടാണ് ഗൈസ്. അവിടെ കിടക്കണ ഇന്ന് പുതിയ പുസ്തകമാണ് ഗൈസ്. കണ്ട ദ പ്രിൻസ് ആൻഡ് ദ റാബിറ്റ്. അപ്പോൾ കുഴപ്പമില്ല. ഈ റാബിറ്റിൻ്റെ കഥ നമുക്ക് ഒറിജിനലായി സംഭവിക്കും ഗൈസ്. അവസാനം നമ്മളെ റാബിറ്റ് ആണ് നമ്മൾ രക്ഷിക്കണത്. ഇവൻ ഒരു മോൺസ്റ്ററായി, സ്കാരിയുടെ കുഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നത്. നോവ് മാസ്റ്റർ പറയുന്നുണ്ട്. അപ്പോൾ ഇവനൊരു മോൺസ്റ്ററാവും. കണ്ടോ, ഇന്നിപ്പോൾ മറ്റേ ഇട്ട് കൊടുക്കണം, റാബിറ്റിൻ്റെ പസിലിട്ട് കൊടുക്കണം. കണ്ടോ ഗൈസ്, കണ്ടോ അതാണ് അവൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അവൻ കിടന്നുറങ്ങാൻ നോക്കുന്നത്. കണ്ടിന്യൂ റീഡ് തരും, സിമ്പിളാ ഗൈസ്. കണ്ട അതിൻ്റെ ഓന ചിരി കണ്ട, അതാണ് മനസ്സിലായിക്കൊള്ളുന്നത്. സ്റ്റോറി ബുക്ക് കണ്ടിന്യൂ റീഡ്. അങ്ങനെ കഥയൊന്നുമില്ല. ഒരു ദിവസം റാബിറ്റിനെ പിടിക്കുന്ന ഒരു മന്ത്രവാദി വന്നു. അന്നത്തെ റാബിറ്റ് ഇറങ്ങി ഓടി, അത്രയൊക്കെ ഉള്ളൂ. വേറെ അറിവൊന്നുമില്ല, അത് ഷോർട്ട് ഫോം ആയിട്ട് പറഞ്ഞാണ്. ലീവ് ദ ആൻഡ് ക്ലോസ് ഡോർ, ചില്ല ഔട്ട് വാച്ച് ടി വി. ഗായ്സ് ഇത് നമ്മുടെ ബെഡ്റൂം അല്ല, അവൻ്റെ അമ്മയുടെ ബെഡ്റൂമാണ്. അവിടെ പോയിട്ട് അവൻ ഇട്ടടിക്കുന്നു ഗായ്സ്. ആരോ ബെല്ലടിച്ചിട്ടുണ്ട് ഗായ്സ്. അങ്ങോട്ട് പോകാം ഗായ്സ്. സോഫയിലല്ല, ഞാൻ പറഞ്ഞില്ല എന്തോ ഡെലിവറി വരുന്നത്. കണ്ടാ ടോസ്റ്റലി 4000. പക്ഷെ ടോസ്റ്റലി ഇല്ലേ നമ്മുടെ ബ്രെഡ് ടോസ്റ്റലി, അതാണ് ഗൈസ്. ഇത് അവിടെ വെച്ചാൽ മതി. ഫൈനലി സം പീസ് ടു വാച്ച് അത്രയുള്ളൂ. പീസ് ചെറിയ പീസ് എന്താണ്. ഇനി അടുത്തൊരു നൈറ്റാണ് ഗായ്സ് ഇനി നമ്മൾ കാണാൻ പോണത് ഗായ്സ്. നമുക്കപ്പോൾ എന്തായാലും കളിക്കാം ഗായ്സ്. അപ്പോൾ വാ ഗായ്സ്, നമുക്ക് നൈറ്റ് 3 എന്തായാലും കളിച്ചിരിക്കും ഗായ്സ്. വരാത്തന്നെ ഗായ്സ്. വാ 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 നൈറ്റ് 3 സിറ്റർ ഗുഡ് നൈറ്റ്. നമ്മളോട് ഇനി അവൻ പറയാൻ പാടില്ല ഗുഡ് നൈറ്റ് ബേബി എന്നാൽ പറയണം. വാച്ച് ടി വി ഓൺ ദ സോഫ. സെറ്റിൽ ബേബി ഡു അപ്സെറ്റ് ആണൊന്നും. ബേബി അപ്സെറ്റ് ആണെന്ന് പറയണത് ഗൈസ്. നമുക്ക് അപ്പോൾ കണ്ടോ ഗൈസ്, ചെറിയ ലക്ഷണങ്ങൾ കാണിച്ചു, ഇനി വലിയ ലക്ഷണങ്ങൾ കാണിക്കും. നമുക്ക് പോയി ഉറങ്ങാനല്ല, ഇനി അടുത്തിട്ട് എവിടെ എന്താണെന്ന് നോക്കാം ഗൈസ്. ഫൈൻഡ് സംതിങ് ടു ഈറ്റ്. നമുക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കാനാണ് പറയണത്. നമുക്ക് ആദ്യം നമുക്ക് ചീസ് വേണം, പിന്നെ ബ്രെഡ് ടോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ കുറച്ച് ബ്രെഡ് എടുക്കാം. ഇതാണ് ടോസ്റ്റ് സാധനം, പുതിയത് ഓർഡർ ചെയ്താണ് ഗൈസ്. ഇതിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നൈറ്റ് 2 വന്നത് ഗൈസ്. നമുക്കിനി ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ കൊണ്ടുപോകണം ഗൈസ്. ഇത് പൊട്ടിത്തെറിക്കും, എന്ത് സംഭവിക്കും ഉണ്ടോ ഗൈസ്. ഗായ്സ് കണ്ട, ഫീഡ് ദ ബേബി യു മോൺസ്റ്റർ ഗായ്സ്. നമ്മൾ ഓടിക്കോ അമ്മച്ചി.
ഗായ്സ് നമ്മൾ ആ ഡോറിൻ്റെ അവിടെ അമ്മച്ചി അമ്മച്ചി കേസ് എടുത്തു കേസ് ഗോസ് അതടിച്ചു ഗൈസ്. ആ ചെക്കൻ ആ തള്ള പട്ടി തെണ്ടി അവൻ കയറി നമ്മൾ അടച്ചു ഗൈസ്. എന്താ ചെയ്യുക ഗൈസ്? ഇത് എവിടെ ഞാനിപ്പോൾ ഐസിൻ ക്യൂബിൻ്റെ ഉള്ളിലാണ് ഗൈസ്. ഇതേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായി ഗൈസ്. ഇതിലേക്ക് പോകണം. എനിക്കൊന്നും മനസ്സിലാവില്ല. എല്ലാം ഐസായി കൊണ്ട് കണ്ണ് വരും കാണുന്നില്ല. ഏതൊക്കെ ഡോറ് ഏതൊക്കെ വരിയിൽ കൂടി പോകണം എന്നായി മനസ്സിലായി. ചിക്കൻ്റെ ഗൈസ് എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. മോനെ ഇത് എവിടെ കൂടി പോകണം? വന്ന വച്ച് തിരിച്ചു തരണം എന്തിനാ ഗൈസ്? ഇവിടെ എവിടെയാണ്? ആ ഗൈസ് അവിടെ അല്ല ഗൈസ്, നമ്മൾ വേറെ അടുത്ത് കൂടി പോകണം. ഇതാണ് ഇവിടെ തന്നെ ഗൈസ്. ഇതാണ് ഗൈസ്. ഇത് അതല്ല അതുമല്ല. ഇത് എവിടെ ഗൈസ് നമ്മുടെ വരി? ആ പിസേൻ്റെ എവിടെ തോന്നുന്നു? പിസേൻ്റെ എവിടെയാണ്? അല്ല പിസേൻ്റെ എവിടെയാണ് തോന്നുന്നു. ആ പിസേൻ്റെ അവിടെ പോയി നോക്കും ഗൈസ്. ഇവിടെ ഒന്നുമില്ല. പിസേൻ്റെ അവിടെ നോക്കും ഗൈസ്. ഇതിലെ പോകണം. ആ കിട്ടി ഗൈസ്, നമ്മൾ എത്തി ഗൈസ്. അപ്പോൾ ഇപ്പുറത്തെ വരിയൊക്കെ ഉണ്ട് ഗൈസ്, അതിൽ പോകണം ഗൈസ്. ഗൈസ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ വന്ന വരിക്ക് തന്നെ പോവാ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനിയൊരു ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.